ഉത്രാട ദിനത്തിൽ രണ്ടിടത്ത് വൻ സ്പിരിറ്റ് വേട്ട. ചെമ്പുതുറയിൽ പിടികൂടിയത് 18,000 ലിറ്റർ സ്പിരിറ്റ്. മണ്ണുത്തിയിൽ പിടികൂടിയത് 1,500 ലിറ്റർ. ഉത്രാട ദിനത്തിൽ ചെമ്പുത്ര, മണ്ണുത്തി എന്നിവിടങ്ങളിൽ നിന്നായി 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ചെമ്പുത്ര ദേശീയപാതയോരത്തെ രഹസ്യ ഗോഡൌണിൽ നിന്ന് മാത്രം പിടികൂടിയത് 18,000 ലിറ്റർ സ്പിരിറ്റ്. 35 ലിറ്റർ സ്പിരിറ്റ് വീതം 500 കന്നാസുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. ദേശീയപാതയോരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടകയ്ക്കെടുത്ത് കാലിത്തീറ്റ വിപണന സംഭരണ കേന്ദ്രത്തിന്റെ മറവിലാണ് സ്പിരിറ്റ് കച്ചവടം നടത്തിയിരുന്നത്. തൃശൂർ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയിലധികം നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെത്തിയത്. ഗോഡൌണിന്റെ പൂട്ട് തകർത്താണ് എക്സൈസ് സംഘം അകത്ത് കയറിയത്. ഗോഡൌണിനകത്ത് രഹസ്യമായ അറയുണ്ടാക്കി അതിനകത്താണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യ അറയ്ക്ക് സമീപത്തായി സ്പിരിറ്റ് കന്നാസുകൾ കയറ്റിയ പിക്കപ്പ് വാനും സമീപത്തുണ്ടായിരുന്നു. ഇതും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. 2 മാസത്തോളമായി ഇവിടെ കാലിത്തീറ്റ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണുത്തിയിലുണ്ടായ വാഹന പരിശോധനയിൽ പിക്കപ്പ് വാനിൽ നിന്നും 35 ലിറ്ററിന്റെ 40 കന്നാസുകളിൽ നിന്നും സ്പിരിറ്റ് പിടികൂടിയിട്ടുണ്ട്. സംഭവത്തിൽ ഒരാളെ പിടികൂടി. സമീപകാലത്ത് തൃശൂർ ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് ഇതെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി സുനു, എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ CR പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബാർ, KJ ലോനപ്പൻ, PR സുനിൽകുമാർ, KV ജിസ്മോൻ, MR നെൽസൺ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നൂറുദ്ദീൻ, തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T അശോക് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ സതീഷ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അജയ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ എന്നിവരാണ് സ്പിരിറ്റ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കിട്ടിയ ഇൻഫർമേഷനെ പിന്തുടർന്ന് തൃശൂർ റേഞ്ച് പാർട്ടിയും ഇന്റലിജൻസ് ബ്യൂറോക്കാരും ചേർന്ന് ഈ ഗോഡൌണിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ അന്വേഷിച്ച് വന്ന് കൂടെ തൃശൂർ DCയും AECയും മറ്റ് ടീമും കൂടെ വന്നാണ് ഇത് തുറന്ന് കയറിയത്. തുറന്ന് കയറിയപ്പോൾ ഇത്രയും കന്നാസുകൾ ഉൾപ്പെടെ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതായിട്ട് കണ്ടു. അങ്ങനെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഗോഡൗൺ അടഞ്ഞു കിടക്കുകയായിരുന്നു. അത് പൂട്ട് നമ്മൾ തുറന്നാണ് അകത്ത് കയറിയത്. ഇവിടെ നിന്ന് വേറെ പ്രതികളൊന്നും കിട്ടിയിട്ടില്ല. ഒരു വാഹനത്തിൽ സ്പിരിറ്റായിട്ട് ഇവിടുന്ന് ഇതിനകത്ത് തന്നെ നിർത്തിയിട്ടിരുന്ന നിലയിൽ കിട്ടിയിട്ടുണ്ട്. അത് മണ്ണുത്തിയിൽ ഒരു വാഹനം റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട് അത് പരിശോധിച്ചതിലാണ് അവിടുത്തെ സ്പിരിറ്റ് കിട്ടിയത്. അവിടെ മണ്ണുത്തിയിലെ വാഹനത്തിൽ നിന്നും 40 കന്നാസോളം സ്പിരിറ്റ് കിട്ടി. അപ്പോൾ ഈ ഗോഡൗണിനെ കുറിച്ച് നേരത്തെ ഒരു ചെറിയ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ എന്തോ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് കിട്ടിയ അവസ്ഥയിൽ ഉടനെ തന്നെ ഇവിടെ വന്ന് പരിശോധിച്ചതിലാണ് ഈ ഗോഡൗണിൽ നിന്ന് ഇത്രയും കൂടുതൽ സ്പിരിറ്റ് ലഭ്യമായിട്ടുള്ളത്. ഇത് 2 മാസത്തോളമായി ഇത് അവർ ഉപയോഗിച്ച് വരികയാണെന്നാണ് അറിവ്. ഏറ്റവും വലിയ സീഷറാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് തൃശ്ശൂരിലെ. പത്മകുമാർ, ഞാൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, എറണാകുളം സെൻട്രൽ സോൺ. ഇന്നേ ദിവസം തൃശ്ശൂർ 2 മേജർ സീഷറാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, തൃശ്ശൂർ മണ്ണുത്തിയിൽ വെച്ച് ഒരു വാഹനവും 40 കന്നാസ് സ്പിരിറ്റും പിടിച്ചിട്ടുണ്ട്. ഒരു കന്നാസ് 30 ലിറ്റർ വീതമാണ് സ്പിരിറ്റ് ഉള്ളത്. അത് എക്സൈസ് റേഞ്ച് ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. തൃശ്ശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. രണ്ടാമത് അതിനോടനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശ്ശൂർ പട്ടിക്കാട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പിറകിലായിട്ട് ഉണ്ടായ ഗോഡൗൺ നമ്മൾ സംശയാസ്പദമായി കാണപ്പെടുകയും അത് തുറന്ന് പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഉദ്ദേശം 500 കന്നാസിൽ കൂടുതൽ സ്പിരിറ്റ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഓണക്കാലത്തോടനുബന്ധിച്ച് വളരെ മേജറായിട്ടൊരു സീസറാണ് എക്സൈസ് ടീം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നാലെ തൃശ്ശൂരുള്ള എക്സൈസ് ഇൻ്റലിജൻസ് ടീം ഏകദേശം ഒരു മാസമായി ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു. ഈ സ്റ്റോറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടിട്ട് ആയിരുന്നു നടന്നിരുന്നത്. അങ്ങനെയാണ് ഈ സീസർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്നുള്ളതിനെപ്പറ്റി തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്നതാണ്. നിലവിൽ ഈ സ്ഥലത്ത് പ്രതികളെയൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സീസർ മാത്രമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ തൃശ്ശൂർ എക്സൈസ് സർക്കിളിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കിൾ ഓഫീസ് നടപടിക്രമങ്ങൾ നടത്തുന്നതാണ്.